അമിതാഭ് ബച്ചനോട് സഹായം അഭ്യർത്ഥിച്ച് കേരളത്തിലെ കോൺഗ്രസ്. എക്സ് പ്ലാറ്റ്ഫോമിലൂടെയുള്ള സഹായം അഭ്യർത്ഥന ഇപ്പോൾ വൈറലായിരിക്കുകയാണ്. ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിൽ നിന്നുള്ള ട്രെയിനിന്റെ ദൃശ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ടായിരുന്നു സഹായം ചോദിച്ചത്. ഈ ട്രെയിൻ ജനത്തിരക്ക് കാരണം തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾക്ക് നിങ്ങളിൽ നിന്നൊരു ചെറിയ സഹായം ആവശ്യമുണ്ട്. ഈ വീഡിയോയിൽ ഉള്ളതുപോലെ കോടിക്കണക്കിന് ആളുകൾ ഇന്ത്യയിൽ ഇതുപോലെ യാത്ര ചെയ്യുന്നുണ്ട്. റിസർവ് കമ്പാർട്ട്മെന്റ് പോലും ജനത്തിരക്ക് കാരണം നിറഞ്ഞിരിക്കുകയാണ്. ഉത്തരേന്ത്യയിൽ ഇപ്പോൾ 52 ഡിഗ്രിയാണ് താപനില. ഈ വീഡിയോ UP-യിലെ മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ഗോരഖ്പൂരിൽ നിന്നുള്ളതാണെന്നും കോൺഗ്രസ് ട്വീറ്റ് ചെയ്തു. നമ്മുടെ ജനസംഖ്യ കഴിഞ്ഞ ദശാബ്ദത്തിൽ 14 കോടിയായിട്ടാണ് വർദ്ധിച്ചത്. ഇതുപ്രകാരം 1000 ട്രെയിനുകളെങ്കിലും അധികമായി പ്രഖ്യാപിക്കണമായിരുന്നു. ആകെ നമ്മൾ പുതിയതായി പ്രഖ്യാപിച്ചത് കുറച്ച് വന്ദേ ഭാരത് എക്സ്പ്രസുകളാണ്. ഇതിൽ പകുതിയോളം വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് കയറുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ട്രെയിനുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കാൻ തയ്യാറല്ല. എന്നാൽ പ്രശസ്തരായ സെലിബ്രിറ്റികൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾക്ക് അദ്ദേഹം അതിവേഗം പരിഹാരം കാണാറുമുണ്ട്. അത് ട്വിറ്റർ അക്കൗണ്ട് ഹാക്ക് ചെയ്ത വിഷയമാണെങ്കിൽ പോലും അദ്ദേഹം ഇടപെടും. താങ്കളെ പോലെ സാമൂഹിക ബാധ്യതയുള്ള ഒരാൾ ഈ വിഷയത്തെക്കുറിച്ച് ട്വീറ്റ് ചെയ്താൽ വലിയ ശ്രദ്ധ ലഭിക്കും. നടപടിയെടുക്കാനും അത് കാരണമാകും. ഈ വിഷയത്തിൽ നിങ്ങളുടെ പ്രതികരണം പ്രതീക്ഷിക്കുന്നതായും കോൺഗ്രസ് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോയിൽ കൊടും ചൂടിൽ ട്രെയിനിൽ നിൽക്കുന്നവർ നന്നായി ബുദ്ധിമുട്ടുന്നുണ്ട്. പ്ലാസ്റ്റിക് ഫാനുകൾ ഉപയോഗിച്ച് ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. അതേസമയം നിരവധി പേരാണ് കേരള കോൺഗ്രസ് പോസ്റ്റിനെ അഭിനന്ദിച്ച് രംഗത്തു വന്നത്. അമിതാഭ് ബച്ചൻ ഈ വിഷയത്തിൽ പ്രതികരിക്കില്ലെന്നും BJP-യോട് ഇത്തരം കാര്യങ്ങൾ ചോദിക്കാൻ സെലിബ്രിറ്റികൾക്ക് ഭയമാണെന്നും നിരവധി പേർ കുറിച്ചിട്ടുണ്ട്. മാത്രമല്ല, അമിതാഭ് ബച്ചനോട് ഇത്തരം ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്, അദ്ദേഹത്തിന് കേൾവിക്കുറവുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്തു പറഞ്ഞാലും കേൾക്കില്ലെന്ന പരിഹാസപ്പെടുത്തലുമുണ്ട്. അമിതാഭിനെ പാർലമെന്റിൽ എത്തിച്ചത് രാജീവ് ഗാന്ധിയാണ്. ആദ്യം കുറ്റപ്പെടുത്തേണ്ടത് രാജീവിനെയാണെന്നും മറ്റൊരാൾ ട്രോൾ ചെയ്തിട്ടുണ്ട്. ഭീരുവും നട്ടലില്ലാത്തവനും അത്യാർത്ഥിക്കാരനുമാണ് ബച്ചൻ. BJP-ക്കെതിരെ അദ്ദേഹം ഒന്നും സംസാരിക്കില്ലെന്നും ഒരു യൂസർ കുറിച്ചു വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ സാധാരണക്കാരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാത്ത സർക്കാരാണ് രാജ്യത്ത് ഭരിക്കുന്നതെന്ന് നിസ്സംശയം പറയാം. പണക്കാർക്കുണ്ടാവുന്ന ചെറിയ ബുദ്ധിമുട്ടുകൾ പോലും കണ്ടറിഞ്ഞ് നടപടിയെടുക്കാൻ രാജ്യത്തലവന്മാർ തയ്യാറാകുന്നു. പണമില്ലാത്തവൻ പിണം എന്ന് പറയുന്ന ചൊല്ല് എത്രയോ സത്യമാണ്. സാധാരണക്കാരുടെ ദുരിതം കണ്ടറിഞ്ഞ് ഏതെങ്കിലും സെലിബ്രിറ്റി വന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ദുരിതം തന്നെ.